ഇത് കഴിഞ്ഞ ആഴ്ചത്തെ സ്റ്റോക്കിന്റെ പേയ്മെന്റ്. ഈ ആഴ്ച 100 ബോട്ടിൽ ആവശ്യം വരും. ക്യാഷ് കറക്റ്റ് ആണോ നോക്കിക്കോളൂ. ഹലോ സർ. ഹായ് വിശ്വ. പേയ്മെന്റ് ഞാൻ അവിടെ ഒന്ന് വാങ്ങുമായിരുന്നല്ലോ സർ. ഇതിലെന്തിരിക്കുന്നു, നിങ്ങളുടെ ഓഫീസും ഫാക്ടറിയും ഒന്ന് കാണാമെന്ന് കരുതി. അതിനാണ് ഞാൻ തന്നെ വന്നത്. എനി ടൈം സർ, പ്ലീസ്. വെരി ക്ലാസി ഹൗസ്. താങ്ക് യു സർ. ഞാനും ഇതുപോലെയാ, എല്ലാം ക്ലാസ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ. ഒരു ചെറിയ വിഷമമുണ്ട്, കുക്കിന്റെ കാര്യത്തിൽ തെറ്റുപറ്റി. കുക്കിന്റെ കാര്യത്തിൽ മാത്രമാണോ തെറ്റ് ചെയ്തത്? പിന്നെന്ത് തെറ്റ് ചെയ്തെന്ന്? പിന്നെന്താണ് സാർ, നിങ്ങൾ തന്നെ ക്വാളിറ്റി ലൈഫ് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് മോൾക്ക് മാത്രം എന്താണ് സാർ ഇങ്ങനെ ഒരു ഭർത്താവിനെ കണ്ടുപിടിച്ച് കളഞ്ഞത്? എൻ്റെ മോളുടെ ഭർത്താവോ? വാട്ട് നോൺസെൻസ്. എൻ്റെ മോളുടെ മാരേജ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ വർഷം ഏതെങ്കിലും ചെറുക്കനെ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. ഓഹോ. ഹായ് വിശ്വ. ഇതെന്താ ആരും കാണുന്നില്ലല്ലോ? ആ, എല്ലാം ബിസി ഫാക്ടറിയിലെ. റിഹേഴ്സൽ ഇല്ലേ ഇന്ന്? ആ ഉണ്ടല്ലോ. നിങ്ങൾ ഇവിടെ താമസിക്കുന്നു, നിങ്ങളുടെ ഹസ്ബൻഡ് അവിടെ താമസിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റ് ആകുന്നത്? ആ എന്ത് ചെയ്യാനാ, ഞാൻ വാന്ന് വിളിച്ചോണ്ടിരിക്കുക. എന്നാൽ അദ്ദേഹം വർക്ക് ഷൂട്ട് എന്നും പറഞ്ഞ് എപ്പോഴും ബിസിയാ. ഒരു ഫോൺ പോലും ചെയ്യാറില്ലേ? എപ്പോഴെങ്കിലും ഫ്രീ ആയിരിക്കുമ്പോ വിളിക്കാറുണ്ട്. പക്ഷെ ഫോൺ ചെയ്താ പിന്നെ ആള് വെക്കേയില്ല. ഐ ലവ് യു മോളെ, മിസ് യു മോളെ എന്നൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചതാ, ഫോൺ എടുത്തില്ല. ബിസി ആയിരിക്കും, അതാ എടുക്കാത്തെ. അതാ ഞാൻ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്. റെഡി വിശ്വ? ലെറ്റ്സ് സ്റ്റാർട്ട്. യാ. വൺ സെക്. ഹലോ. സുധീഷ് പണ്ഡിറ്റ്. സുധീഷോ? ഏത് സുധീഷ്? സുധീഷ് പണ്ഡിറ്റ്, നിങ്ങളുടെ ഹസ്ബൻഡ്. എന്താ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞേ? സംസാരിക്കുന്നേ? ഞാൻ സംസാരിക്കില്ല, ഞാൻ അപ്സെറ്റ് അല്ലേ. ഞാൻ എന്തിനാ സംസാരിക്കുന്നത്? എന്താണ്, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ? എന്താണ് പ്രശ്നം? സംസാരിക്ക. ഞാനിപ്പോ ബിസിയാണ്. അങ്ങനെ ബിസി ഒന്നുമല്ല, സംസാരിച്ചോ. എന്താ കാര്യം? എന്റെ മുത്തിനെ എനിക്ക് കാണാതിരിക്കാൻ മേല, അതുകൊണ്ടാണ് ഞാൻ വന്നെന്ന്. സംസാരിക്ക. എവിടെ എത്തിയെന്ന്? ഓസ്ട്രേലിയയില്. അയ്യോ എന്റെ അമ്മച്ചി. സംസാരിക്ക. ഓസ്ട്രേലിയയിൽ എവിടെ? അത് സർപ്രൈസ്. തിരിഞ്ഞു നോക്ക്. കരളിന്റെ കരളെ എന്നോടൊന്ന് ചിരിക്കൂ, കിളിയേ മാനസ കിളിയേ വെറുതെ ഇന്ന് ഹസ്ബൻഡ് കാണാൻ എന്തിങ്ങനെ ഓടുന്നത്? സംസാരിക്കേ. അയ്യോ എന്നെ വിട്. നിങ്ങളുടെ ഫാമിലി പ്രശ്നത്തിൽ ഞാൻ എന്തിനാ തറയിടുന്നത്? Marriage, husband. സോറി. താങ്ക് യു സുധീഷ്. ഞങ്ങൾക്ക് വേണ്ടി ഓസ്ട്രേലിയ വരെ വന്നു അല്ലേ? ഓസ്ട്രേലിയ ഷൂട്ടിംഗ് ഇറങ്ങുന്നോണ്ട് ഭാഗ്യം. ഇന്ത്യയിലായിരുന്ന ബുദ്ധിമുട്ട് പോയേനെ. നിങ്ങൾ ഡീസന്റ് ആണെന്നാ വിചാരിച്ചേ. എന്ത് പറ്റി? അതല്ലേ ഇപ്പൊ കണ്ടത്, പെണ്ണുങ്ങൾ വന്ന് കെട്ടിപ്പിടിക്കുന്നതും നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കുന്നതും. ഓ അതാണോ പ്രശ്നം? ഹലോ, എനിക്കെന്താ പ്രശ്നമാ? നിങ്ങൾ ആരോട് വേണേലും സംസാരിക്കോ. ഓക്കേ, റിലാക്സ്. What's that? You're not a man. We can take care of her. I want your girl. Give me her number. Go faster. Thank you. Give me her number. That was nice, man. I want to take
ഇതൊരു ചെറിയ ഫ്രാക്ചറേ ഉള്ളൂ. 2 ദിവസത്തിനുള്ളിൽ ശരിയാവും. 2 ആഴ്ചത്തേക്ക് കാലധികം സ്ട്രെയിൻ കൊടുക്കാതെ നോക്കണം. ഓക്കെ ഡോക്ടർ. ടേക്ക് കെയർ. ഡിസ്ചാർജിന്റെ കാര്യം 2 ഡേയ്സ് പറയാം. അറിയോ? ഓക്കെ. Competition. What nonsense? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇറ്റ് മേക്സ് ആക്സിഡന്റ്. Look, I want no explanations. എനിക്ക് ഫൈനലിസ്റ്റ് ഡാൻസേഴ്സിനെ മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കണമെങ്കിൽ മീര ഡാൻസ് ചെയ്തേ പറ്റൂ. ഇറ്റ്സ് അപ് ടു യു. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ കഷ്ടപ്പെടുക? എന്ത് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഇങ്ങനെ സംഭവിച്ചല്ലോ. വേണ്ട, അവരത്ര ശരിയാ. It's you. Yeah, it's me. What? വേണ്ട. What the hell is happening here? Are you dancers or fighters? Get the hell out of here now. അക്രമം കൊണ്ട് ഒന്നിനെയും ജയിക്കാൻ സാധിക്കില്ല വിശ്വ. നീ അവരെ അടിച്ചു തോൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. മത്സരത്തിൽ അവരെ തോൽപ്പിക്കുന്നതിലാണ് നിന്റെ വിജയം. ഹായ് വിശ്വ. റൂമിലിരുന്ന് ബോറടിച്ചെന്ന് പറഞ്ഞു, അതുകൊണ്ടാ. പോകാം നമുക്ക്. ഇനിയും ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. എവിടേക്കാ? പ്രാക്ടീസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അമ്മയുടെ സ്ഥാനത്തേക്ക് വന്നോട്ടെ. നിങ്ങളുടെ പാരൻസിനൊന്ന് കാണാൻ പറ്റുമോ? അച്ഛന് മുംബൈയിൽ ബിസിനസ്സാണ്. വർഷത്തിൽ ഒരു തവണ എന്നെ കാണാൻ ഇവിടെ വരും. അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഇവിടേക്കൊന്ന് വരാൻ പറയൂ. ഞാൻ തിരക്കില്ല. നിന്റെ കല്യാണം നടക്കട്ടെ, പിന്നീട് വന്ന് കണ്ടോളാന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. മകന്റെ ജീവിതത്തെക്കാളും വലുതാണോ അതെല്ലാം? അല്ലെങ്കിൽ അത് ബിസി ആയിരിക്കും. അതാ. അദ്ദേഹം ബിസി ആയിക്കോട്ടെ, നമുക്ക് ഇന്ത്യയിലേക്ക് പോവാം. ഞാൻ പല പ്രാവശ്യം അച്ഛനോട് ചോദിച്ച അങ്കിൾ, ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നത് അച്ഛന് ഒട്ടും ഇഷ്ടമല്ല. അദ്ദേഹത്തോട് പറയണ്ടെന്നേ. നമുക്ക് നേരിട്ട് ചെല്ലാം, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അതിന് അദ്ദേഹം പിണങ്ങാനൊന്നും പോകുന്നില്ല.